സന്ദേശമാല കാണുന്ന എല്ലാവർക്കും എൻ്റെ മീത നമസ്കാരം. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. പലർക്കും മറ്റുള്ളവരെ ഒന്ന് അഭിനന്ദിക്കാൻ മടിയാണ്. അഭിനന്ദിച്ചാൽ ഇവൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോകുമെന്നുള്ളൊരു വിചാരം. ഇപ്പം എത്ര കുട്ടികൾ പരീക്ഷ എഴുതി പാസ്സായി, അവരെയൊക്കെ ഒന്ന് അഭിനന്ദിച്ചാൽ എന്താ കുഴപ്പം? പല സംഘടനകളും റെസിഡൻസുകളും ധാരാളം കുട്ടികളെ അഭിനന്ദിക്കുന്നുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. അവരെക്കുറിച്ചല്ല ഇവിടെ പറയുന്നത്. നമ്മുടെ ചുറ്റുപാടും കഴിവ് തെളിയിച്ച ധാരാളം കുട്ടികളുണ്ട്. എല്ലാ വിഷയത്തിലും A+ വാങ്ങിയെന്നറിഞ്ഞ ആ കുട്ടിയെ ഒന്ന് അഭിനന്ദിച്ചൂടെ? മറ്റൊരാളെ അഭിനന്ദിക്കുക വഴി നമ്മളാണ് അവിടെ വലുതാവുന്നത് എന്ന അറിവ് വേണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മുടെ വാർഡിലെ ഒരു സ്ഥാനാർത്ഥി വിജയിച്ചു എന്നറിഞ്ഞാൽ ഒന്ന് അയാൾ അഭിനന്ദിച്ചൂടെ? പോയിട്ട് തൻ്റെ പാർട്ടിക്കാരനല്ലാത്തത് കൊണ്ട് അഭിനന്ദിക്കാതിരിക്കുകയാണോ വേണ്ടത്? നമുക്കൊരാവശ്യം വന്നാൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ പോവേണ്ടി വരില്ലേ? മറ്റുള്ളവരെ അഭിനന്ദിക്കാൻ എത്രയോ അവസരങ്ങൾ നമുക്കുണ്ടാവാറുണ്ട്. അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ച് നാം മാറിപ്പോവും. അങ്ങനെ മാറിപ്പോകുമ്പോൾ നാം തന്നെയാണ് ചെറുതാവുന്നത്. നമ്മൾ ചെറുതാവുകയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നാം ഒരാളെ അഭിനന്ദിക്കുമ്പോൾ നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നമ്മളെപ്പോഴും ഉണ്ടാവുകയും ചെയ്യും. ചിലർ ഒരിക്കലും ഒരാളെയും അഭിനന്ദിക്കില്ല. സ്വന്തം മക്കളെ പോലും അഭിനന്ദിക്കാത്ത രക്ഷിതാക്കളുണ്ട്. അഭിനന്ദിക്കില്ല എന്ന് മാത്രമല്ല, അവരിൽ കുറ്റങ്ങൾ കണ്ടെത്തുകയും ചെയ്യും. ചിലരങ്ങനെയാണ്. അവരെ ആ സ്വഭാവം ഒരിക്കലും മാറ്റാൻ കഴിയില്ല. ഒരാൾക്ക് അസാധാരണ കഴിവുള്ള ഒരു നായ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് വളരെ പ്രിയപ്പെട്ട നായയാണ്. എന്ത് പറഞ്ഞാലും നായ അനുസരിക്കും. രാത്രി ഇദ്ദേഹത്തോട് ഗേറ്റ് പൂട്ടാൻ മറന്നുപോയാൽ നായ താക്കോലെടുത്ത് കൊണ്ടുവന്ന് ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിൽക്കും. അപ്പോൾ ഇദ്ദേഹത്തിന് ഓർമ്മ ഒന്ന് കൂട്ടും. രാവിലെ പത്രക്കാരൻ പത്രം കൊണ്ടിട്ടാൽ ആ പത്രമെടുത്ത് വരാന്തയിൽ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. ഇത്തരം കാര്യങ്ങളൊക്കെ പല വീട്ടിലെ നായകളും ചെയ്യാറുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ ഈ നായയുടെ പ്രത്യേക കഴിവ് എന്ന് പറഞ്ഞാൽ, ഈ നായ വെള്ളത്തിലൂടെ നടക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വെള്ളത്തിൻ്റെ മേലെ കൂടെ നടന്നു പോകും, റോട്ടിലൂടെ പറമ്പിലൂടെയൊക്കെ നടക്കുന്നു പോലെ. അതൊരു അത്ഭുതമല്ലേ? എത്ര ദൂരം വേണമെങ്കിലും വെള്ളത്തിൻ്റെ മേലെ കൂടി ഈ നായ നടക്കുക. നായയുടെ യജമാനൻ നായാട്ടിന് പോകുന്നവനാണ്. കൂടെ നായും പോകും. വല്ല വന്യജീവികളും ആക്രമിക്കാൻ വരുന്നതിന് മുമ്പേ യജമാനൻ ഈ നായ മുന്നറിയിപ്പ് കൊടുക്കും. അതുകൊണ്ട് ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ യജമാനന് കഴിയും. ഇയാൾ താമസിക്കുന്നത് ഒരു പുഴയുടെ വക്കത്താണ്. പുഴയുടെ വക്കത്ത് എപ്പോഴും പുഴയിൽ ഓരത്തുണ്ടാകുന്ന തെങ്ങുകളൊക്കെ
പുഴയിലേക്ക് ഇങ്ങനെ ചാഞ്ഞിട്ടാണ് ഉണ്ടാവുക. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പലരും കണ്ടിട്ടും ഉണ്ടാവും. പുഴവക്കത്തുള്ള തെങ്ങുകളൊക്കെ പുഴയിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്നു. ആ തെങ്ങിലൊക്കെ ധാരാളം കിളികളും കൊക്കുകളും ഒക്കെ വന്നിരിക്കും. ഇദ്ദേഹം അതിനെ വെടിവെച്ച് വീഴ്ത്തും. വീഴ്ത്തിയാൽ നേരെ ആ തെങ്ങിൻ്റെ മേലെ നിന്ന് പക്ഷികൾ നേരെ വെള്ളത്തിലേക്കാണ് വീഴുക. ഈ നായ നടന്നുപോയി അതെടുത്ത് കൊണ്ടുവരും. ഇതാണ് നായയുടെ പതിവ്. ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്നു. ഇയാളെ കാണാൻ എന്തോ കാര്യത്തിന് വന്ന. അന്ന് ഇയാൾ പതിവ് പോലെ തെങ്ങിൻ്റെ തലപ്പത്തിരിക്കുന്ന കിളികളെ വെടിവെച്ച് വീഴ്ത്തി. ഉടനെ നായ വെള്ളത്തിൻ്റെ മേലെ കൂടെ നടന്നുപോയി ആ പക്ഷിയെ എടുത്തു കൊണ്ടുവന്ന് കൊടുത്തു. തീർച്ചയായും നായ അഭിനന്ദനം അർഹിക്കുന്ന പ്രവൃത്തിയാണ് ചെയ്തത്. ഈ കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നായ ചെയ്ത പ്രവൃത്തിയിൽ അഭിനന്ദിക്കണം എന്നുള്ളത്. ഇത് കണ്ട സുഹൃത്ത് ഇദ്ദേഹത്തോട് പറയുകയാണ്, വല്ലാത്ത കഷ്ടമായി പോയിട്ടോ, നിന്റെ നായക്ക് നീന്താൻ അറിയില്ലല്ലേ. ഇതിനെ കഷ്ടം എന്നല്ലാണ്ട് എന്താ പറയുക. ഇദ്ദേഹം പറഞ്ഞ വരിക, ആ നീ നടന്നു പോയ നായ ആ പക്ഷിയെ എടുത്തു കൊണ്ടുവരുന്നത് കണ്ട് അഭിനന്ദിക്കുന്നതിന് പകരം കഷ്ടമായിപ്പോയി, നിന്റെ നായക്ക് നീന്താൻ അറിയില്ലല്ലേ എന്ന് ചോദിക്കുന്ന ഈ മനുഷ്യൻ്റെ മനസ്സിൽ എന്താണുള്ളത്? മറ്റുള്ളവരുടെ വിജയത്തിലും സന്തോഷം പ്രകടിപ്പിക്കാൻ കഴിയാത്തവർ നിഷേധാത്മക വികാരത്തിൻ്റെ അടിമകളാണ്. അവർ ഈ ജന്മം നേരെയാവുകയില്ല. അഭിനന്ദിക്കേണ്ട അവസരങ്ങൾ വരുമ്പോൾ അഭിനന്ദിച്ചു പഠിക്കുക. അത് നമ്മുടെ മനസ്സിലെ സന്തോഷങ്ങളാണ്. അങ്ങനെ വേണ്ടേ എന്ന് വെറുതെ ഒന്നാലും